ദൈവഹിതം നിങ്ങൾ എന്ത് ചെയ്യണം? ഞായറാഴ്ചയുള്ള ദൈവഹിതം നമ്മളെ അറിയിക്കുന്നതാണ് സുവിശേഷം. മനസ്സിലാക്കുന്നത് സുവിശേഷത്തിനകത്ത് എന്റെ പാപങ്ങളുടെ യേശു ലോകരക്ഷകനാണ്, ഇതൊക്കെ പറയാൻ നമുക്ക് ഈസിയാണ്. പക്ഷേ അവൻ യേശുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. ബൈബിൾ എന്താ പറയുന്നത്? ആത്മാവിൽ ജനിക്കപ്പെട്ടവരാണ് ആര്? ആത്മാവിൽ ജനിക്കപ്പെട്ട യേശു തന്റെ ജീവിതത്തിന്റെ 30ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റിട്ട് ആത്മശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് 40 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് പിശാചിന്റെ പരീക്ഷകളെ ജയിച്ച് ദേവാലയത്തിനകത്ത് നിന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പകർത്തിയിട്ട് തന്നെ കുറിച്ചുള്ള ദൈവഹിതം എഴുതിയിരുന്നു. ഇപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചുള്ള ജീവിതം അറിയില്ല. വർഷം 10 20 25 ഇപ്പോഴും എന്നെ എന്തിനാ യേശു രക്ഷിച്ചതെന്ന് പോലും നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ അടിച്ചുകൊണ്ട് പറഞ്ഞത് ദൈവഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവഹിതം എനിക്ക് നടക്കേണ്ടിയാണ് എന്നോ എന്റെ ദൈവഹിതം എന്നിലെ ദൈവഹിതം ഞാൻ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ വീടിനെ കുറിച്ച്, നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഉള്ള ദൈവഹിതം നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ ദൈവഹിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങളെ എന്നെ വിശ്വാസത്തോട് ബന്ധപ്പെട്ടുള്ള ദൈവഹിതം കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം നിന്റെ വീട് എത്തിക്കണം. നീ അതിനുവേണ്ടി വല്ല ദൂതും പ്രവാചകങ്ങളും പറയണം. മാസ്റ്റേ, എന്റെ വീടിനെ കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. മാസ്റ്റേ, ഭർത്താവിനെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ചുള്ള ദൈവഹിതം നീ കർത്താവ് വിശ്വസിച്ചോ, നിന്റെ കുടുംബം രക്ഷപ്പെടാം. അതാ ദൈവഹിതം. അപ്പൊ ആ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നീ ആത്മാവിൽ പോരണം. അവിടെ കിടന്ന് ഉറങ്ങരുത്, അവിടെ കിടന്ന് ഉറങ്ങരുത്, അവിടെ കിടന്ന് ഉഴപ്പരുത്. നമുക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മുടെ ലോകത്തുള്ള വാസുമാരൊക്കെ വിളിച്ചൊരു കർത്താവ് ദേവാസനെ ദൈവഹിതം അറിയാമോ? എന്തോ ദൈവഹിതം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറ